ഹലോ കൂട്ടുകാരെ, തുരുമ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീണ്ടും ഒരു ബൈക്കിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ടൈമാണ് നമ്മൾ നോർമലി ADVs മാത്രമാണ് റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇത്തവണ നമ്മൾ സെഗ്മെൻ്റ് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. നമ്മളൊരു സ്ക്രാംബ്ലറാണ് ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രയംഫിൻ്റെ സ്ക്രാംബ്ലർ 400X ആണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ റൈഡ് റിവ്യൂ പാർട്ട് കണ്ടിട്ട് ഓടിവായോ. ഓക്കെ, ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മുടെ സ്ക്രാംബ്ലർ കിട്ടിയിട്ടുണ്ട്. ഇനിഷ്യൽ ഇംപ്രഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് കേട്ടോ, അത് തന്നെ എടുത്ത് പറയേണ്ടി വരും. ഒരു രക്ഷയില്ല, നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, അതാ നമുക്ക് ഫ്ലിക്ക് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് പറ്റും. സിറ്റി കണ്ടീഷനിൽ പറ്റിയ ഒരു വണ്ടിയാണെന്ന് പറയേണ്ടി വരും കേട്ടോ. ഇൻഡിക്കേറ്റർ ഇടുന്നു, ജസ്റ്റ് ഫ്ലിക്ക് ചെയ്യുന്നു, ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പം. ത്രോട്ടിൽ കൊടുക്കുമ്പോൾ വണ്ടി കയറുന്ന അറിയത്തേ ഇല്ല. ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിളാണെന്ന് പറയേണ്ടി വരും കേട്ടോ. സ്പീഡിൻ്റെ ഏകദേശം സെയിം ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ്. പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഹാൻഡിൽ ബാർ അത്യാവശ്യം വൈഡാണ്, അതേപോലെ തന്നെ ടോളും ആണ് കേട്ടോ. ഉയർന്നിരിക്കുന്ന ഒരു ഹാൻഡിൽ ബാറാണ് നമുക്ക് വണ്ടിയിൽ കിട്ടിയേക്കുന്നത്. ഒരു നമ്മൾ ഫ്രണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയൊരു വണ്ടിയിൽ കയറി ഇരിക്കുന്ന പോലത്തെ ഒരു ഫീൽ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഹുഡും കാര്യങ്ങളൊക്കെ ഭയങ്കര കുഞ്ഞാണ്. ആ ഒരു കാര്യം ഈസി ആയിട്ട് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും കയറി ഇരിക്കുമ്പോൾ തന്നെ. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീലാണ് കേട്ടോ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നത്. ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ത്രോട്ടിൽ റെസ്പോൺസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഏകദേശം എന്താ ഈ ഒരു ലെവലിൽ വരും. കണ്ടോ, 80, 90, 100 ഒക്കെ പോകുന്നത് അറിയത്ത് പോലുമില്ല, പുട്ടുപോലെ പോകും. അത്യാവശ്യം നമുക്ക് കംഫർട്ടബിളായിട്ട് ഒരു എന്താ പറയുന്നത്, വലിയൊരു വണ്ടി ഓടിക്കുന്നൊരു ഫീല് വരത്തില്ല. നമുക്ക് കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു വണ്ടിയാണ്. ഹീറ്റ് അടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ വണ്ടീനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളതിന് നേരെ വിപരീതമായിട്ടുള്ളൊരു സംഭവമാണത്. ഇതിൻ്റെ ഹീറ്റ് മാനേജ്മെൻറ്റ് അടിപൊളിയാണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്, പ്ലസ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. പക്ഷേ കാലിൽ ചൂടടിച്ച് തുടങ്ങിയിട്ടുണ്ട്. കാലിൽ എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ കാഫിൻ്റെ ഭാഗത്തായിട്ടൊക്കെയാണ് ചൂടടിച്ച് തുടങ്ങുന്നത്. ഓക്കെ, ഹോണിൻ്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആണ് ഗൈസ്. ഹോൺ ഞാൻ കേൾപ്പിച്ചു തരാം. കണ്ടോ, ഹോണ് ഭയങ്കര ഡിസപ്പോയിൻറ്റിങ് ആണെന്ന് പറയേണ്ടി വരും. ഒരടഞ്ഞൊരു സൗണ്ട്. പിന്നെ കറക്റ്റായിട്ട് എനിക്കൊന്നു GSCന്ന് പെട്ടെന്ന് ഇത് ഓടിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് റോഡ് ഭയങ്കരമായിട്ട് അടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. ടോളാണ് അത്യാവശ്യം. നമ്മുടെ സീറ്റ് ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 835 mm ആണ്. സീറ്റ് ഹൈറ്റിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയാം. നമ്മൾ വണ്ടി നിർത്തിയിട്ട് പറയുമ്പോഴത്തേക്ക് ഡീറ്റെയിൽഡായിട്ട് പറയാം. ബട്ട് സ്റ്റിൽ നമ്മൾ GSൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാൻഡിൽ ബാറും ടോളാണ്, പ്ലസ് ആ ഫ്രണ്ട് പോർഷൻ ഫുള്ള് അത്യാവശ്യം നല്ല ടോളായിട്ടാണ് അത് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വൈസറിൻ്റെ കൂടെയാണ് ഫ്രണ്ട് പോർഷൻ ഇതേപോലെ റോഡ് കാണാൻ പറ്റുന്നത്. അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ FC ഒക്കെ ഓടിക്കുന്ന പോലെ, നോർമൽ നേക്കട്ടൊക്കെ ഓടിക്കുന്ന പോലെ ഫ്രണ്ട് റോഡ് നന്നായിട്ട് കാണാൻ പറ്റും. കുറേ നാൾ അത് ഓടിച്ചതിന് ശേഷം അങ്ങനത്തെ ഒരു ഫീൽ കിട്ടുന്നതുകൊണ്ടാവും ഞാനത്ര എക്സൈറ്റഡ് ആവുന്നത്. ഓക്കേ, കാരണം ഈസി ആയിട്ട് നമുക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് ജസ്റ്റ് ഫ്ലിക്ക് ചെയ്യാം. അടിപൊളിയായിട്ട് നല്ല ടേൺ ചെയ്യുന്ന സമയത്താണെങ്കിലും നല്ലൊരു കോൺഫിഡൻസ് വരുന്നുണ്ട്. നോർമലി സ്ക്രാംബ്ലേഴ്സ് അങ്ങനെയാണ്, ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറയാം. ബട്ട് ആ ഒരു കറക്റ്റ് ആ ഒരു എന്താ പറയുന്നത്, സ്ക്രാംബ്ലർ എന്നുള്ളതിൻ്റെ പ്രോപ്പർ മീനിങ്ങോട് കൂടി തന്നെയാണ് നമുക്ക് കിട്ടിയേക്കുന്ന വണ്ടി. ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര സ്മൂത്താണ് വണ്ടി. സ്മൂത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയണ്ടേ, ഒരു എഫേർട്ട് ഇടാത്ത പോലത്തെ ഒരു
പോക്കാം. വൈബ്രേഷൻസ് കാര്യങ്ങളൊന്നും വലുതായിട്ടില്ല. ഹാൻഡിൽ ബാറിൽ ചെറിയൊരു വൈബ്രേഷൻ വരുന്നുണ്ട് കേട്ടോ. 8 ടച്ച് ചെയ്യുന്ന സമയത്ത് ഹാൻഡിൽ ബാറിൽ ചെറുതായിട്ടൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് അന്നോയ് ചെയ്യുന്ന രീതിക്കുള്ളൊരു വൈബ്രേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെ നമുക്ക് അന്നോയ് ചെയ്യുന്ന രീതിക്കുള്ള വലിയൊരു വൈബ്രേഷൻ കാര്യങ്ങളൊന്നുമില്ല. മീറ്റർ കൺസോളിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ മീറ്റർ കൺസോൾ അത്യാവശ്യം ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ കേട്ടോ. ഇതേപോലെ അനലോഗ് ഡിജിറ്റൽ പരിപാടി ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മീറ്റർ കൺസോൾ. ആവശ്യത്തിനുള്ള കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് അറിയാൻ പറ്റുന്ന രീതിക്ക് തന്നെയാണ് മീറ്റർ കൺസോൾ കൊടുത്തേക്കുന്നത്. ഗിയർ പൊസിഷൻ പ്രോപ്പറായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അതേപോലെ സ്പീഡ് ഒബ്വിയസ്ലി വലിയ ഡയൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കിലോമീറ്റേഴ്സ് നമ്മുടെ ട്രിപ്പ് മീറ്റർ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൈം കൊടുത്തിട്ടുണ്ട്. സോ ചുരുക്കി പറഞ്ഞാൽ എന്തുകൊണ്ടും ചൂട്, കാലിൽ നല്ല ചൂടടിച്ചു തുടങ്ങി ഗൈസ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തെത്തി. ഞാൻ വണ്ടി ഇവിടെ നിന്ന് ഇറക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചായിരുന്നു കേട്ടോ എല്ലാവരെയും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കട്ടിങ് ഉണ്ട്. അത് ഞാൻ തിരിച്ച് കയറുമ്പോഴത്തേക്ക് കാണിച്ചു തരാം. ആ കട്ടിങ്ങിൽ കാര്യം വണ്ടി നമ്മൾ പുതുതായിട്ട് എടുക്കുമ്പോഴത്തേക്ക് പതിയെ ത്രോട്ടിൽ കൊടുക്കാവുള്ളൂ എന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ അതാണ്. ഈ വണ്ടി ഞാൻ കൈ ഒന്ന് കൊടുത്ത്, നോർമലി ഞാൻ GS ഓടിക്കുന്ന സമയത്ത് നമുക്ക് ലീനിയറാണ് അതിൻ്റെ പവർ കുറച്ച് വരുന്നത്. അപ്പോൾ പതിയെ കൈ കൊടുത്തു കഴിഞ്ഞാൽ പതിയെ പവർ കയറത്തുള്ളൂ. അയ്യോ, ഇതിൻ്റെ കൈ കൊടുത്താൽ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ പറന്നാണ് ചെന്ന് റോഡിൽ ലാൻഡ് ചെയ്തത്. പിന്നെ ഭാഗ്യത്തിന് ഈ ഹെൽമെറ്റും കാര്യങ്ങളും ഷോയൊക്കെ ഇട്ടിട്ട് റോഡിൽ തേഞ്ഞൊട്ടി ഇരുന്നിരുന്നെങ്കിൽ ഞാൻ അവിടെ ചമ്മി പണ്ടാരടങ്ങിയേനെ. ഭാഗ്യത്തിന് അങ്ങനത്തെ ഒരു അവസരം ഉണ്ടായില്ല. പ്രോപ്പറായിട്ട് തന്നെ എനിക്ക് എൻ്റെ മാനം കാക്കാൻ സാധിച്ചു. യെസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനോയ് ചെയ്യുന്നൊരു കാര്യം ഞാനിപ്പോൾ കണ്ടെത്തി ഗൈസ്, മിറർ. അയ്യോ, ഓക്കെ, നമുക്ക് സസ്പെൻഷൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എൻ്റെ മോനെ ഡേയ്, സസ്പെൻഷൻ ഒരു രക്ഷയില്ല കേട്ടോ. ഇത് 150 mm ആണെന്ന് പറയത്തില്ല. സസ്പെൻഷൻ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളാ ബമ്പ് കയറിയ സമയത്തെ അറിഞ്ഞ പോലുമില്ല. അമ്മാതിരി ഒരു സസ്പെൻഷൻ, ഭയങ്കര സോഫ്റ്റ് കേട്ടോ. നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ സോഫ്റ്റ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും നോസ് ഡ്രൈവിംഗ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഓക്കെ, അങ്ങനെ പ്രശ്നമില്ല കേട്ടോ. GS പോലെ സോഫ്റ്റ് സസ്പെൻഷൻ ആണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നൊരു സംഭവമാണ് നമ്മുടെ നോസ് ഡ്രൈവിംഗ് എന്ന് പറയുന്ന സംഭവം. ഇറ്റ് ക്യാൻ ബി ഡേഞ്ചറസ് ഗൈസ്. നമ്മൾ കാര്യം പറയുമ്പോഴത്തേക്കോ ചെറുതായിട്ട് വണ്ടി ഡാൻസ് കളിക്കും എന്നൊക്കെ തമാശയ്ക്ക് പറയുന്നുണ്ടെങ്കിലും ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സംഭവമാണ് നോസ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ്. പക്ഷേ അതൊരു വലിയൊരു ഫാക്ടറായിട്ട് കാണേണ്ട ആവശ്യമില്ല. ബിക്കോസ് വണ്ടി എടുത്ത് ഒരു മാസം കഴിയുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ സസ്പെൻഷനുമായിട്ടുള്ള ഏകദേശം യൂസ്ഡ് ടു ആയിട്ട് അതൊക്കെ അങ്ങ് പോവും. സോ അത്രയേ ഉള്ളൂ. സോ ഇതിൻ്റെ കേസിൽ സസ്പെൻഷൻ ഭയങ്കര സോഫ്റ്റ് ആണെങ്കിലും നോസ് ഡ്രൈവിംഗ് ഇല്ല കേട്ടോ. അതുകൊണ്ട് ഭയങ്കര കംഫർട്ടബിളാണ് ആ ഒരു കാര്യത്തിൽ. പിന്നെ റൈഡിങ് പോസ്റ്റർ നോക്കുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം അപ്രൈറ്റ് ആയിട്ടുള്ള പോസ്റ്ററാണ് കിട്ടുന്നത്. അതായത് GS എങ്ങനെയാണോ അതേ പോസ്റ്റർ തന്നെയാണ് എനിക്കിപ്പോൾ കിട്ടുന്നത്. ആ ഒരു പോസ്റ്റർ തന്നെയാണ്. ഒരുപാട് ലോഡ് എനിക്ക് നമ്മുടെ റിസ്റ്റിലോട്ട് വരുന്നില്ല. കംഫർട്ടബിളായിട്ട് ഇരുന്ന് അപ്രൈറ്റായിട്ട് ഓടിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. കുഞ്ഞു റോഡിൽ ഓടിക്കുന്ന സമയത്തും ഞാൻ പറഞ്ഞല്ലോ, ചൂടടിച്ചു തുടങ്ങി, കാലിൽ നല്ല രീതിക്ക് ചൂടടിക്കുന്നുണ്ട്. റണ്ണിങ്ങിൽ ഇതിൻ്റെ നമ്മുടെ വെയിറ്റ് ഫീൽ ചെയ്യത്തില്ല കേട്ടോ. 185 kgs ഉണ്ട് വെയിറ്റ് എന്ന് പറയുന്നത്. ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരു വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യത്തില്ല. നിർത്തിയിട്ട് നമ്മൾ ടേൺ ചെയ്യുന്ന സമയത്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഒരു നേക്കഡിൻ്റെ സ്ക്രാംബ്ലർ എന്ന് പറയുമ്പോൾ തന്നെ സ്ട്രീറ്റ് ബൈക്കിൻ്റെ ഒരു ജീനുണ്ട് അതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കോർണർ ഇത് ചെയ്യുമ്പോൾ യൂട്ടേണൊക്കെ എടുക്കുന്ന സമയത്ത് അങ്ങനൊരു പ്രശ്നമില്ല. GSൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ടോളായിട്ടുള്ള ലോങ് ആയിട്ടുള്ള ബൈക്കല്ലേ. അപ്പോൾ ADVs എല്ലാം അത്യാവശ്യം ലോങ് ആയിട്ടുള്ള ബൈക്ക് ആയതുകൊണ്ടും അത്യാവശ്യം വെയിറ്റ് വരുന്നത് കൊണ്ടും നമുക്ക് ടേൺ ചെയ്യുന്ന സമയത്തൊക്കെ ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും ഫോർ ബിഗിനേഴ്സ് സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ ഇതിൻ്റെ കേസിൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അതായത് നിങ്ങൾക്ക് മോഡറേറ്റ് ഓഫ് റോഡിങ് ഒക്കെ ചെയ്യാൻ മൈൻഡുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് സ്ക്രാംബ്ലർ പർച്ചേസ് ചെയ്യാം.
ഓഫ് റോഡ് ചെയ്യാൻ പറ്റിയ വല്ല സ്ഥലങ്ങളോ ഉണ്ടായിരുന്നു. ഞാൻ അതാണ് നോക്കുന്നത് കേട്ടോ. ഓഫ് റോഡ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഒരു പാത്ത് കാണുമായിരുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൊളിഞ്ഞ റോഡുകൾ, മോശം വന്ന റോഡുകൾ, അങ്ങനെയൊന്നുമില്ല ഗൈസ്. നല്ല സ്ഥലം. മിക്കവാറും നമ്മൾ ഒരു സിറ്റി പെർഫോമൻസ് വെച്ചിട്ട് ഒതുക്കേണ്ടി വരും. ഓക്കേ, യെസ്, കണ്ടോ, നമ്മളിതേപോലെ കട്ടർ കയറുമ്പോഴത്തേക്ക് അറിയത്ത് പോലുമില്ല. അടിപൊളി സ്ഥലം. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയിട്ട്, യെസ്, കണ്ടോ, ഭയങ്കര അടിപൊളി സസ്പെൻഷൻ കേട്ടോ. കംഫർട്ട് വൈസ് ഒരു രക്ഷയില്ല. എൻ്റെ അമ്മേ, അറിയത്ത് പോലുമില്ല കൈസ്. സത്യം പറയാമല്ലോ, എൻ്റെ GSൻ്റെ സസ്പെൻഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സീരിയസ് ആയിട്ട്. പക്ഷേ ഇത് 150 mm ആണ് സസ്പെൻഷൻ ട്രാവലെന്ന് സത്യം പറഞ്ഞാൽ പറയാൻ പറ്റുന്നില്ല കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു സസ്പെൻഷനാണ്, ഒരു രക്ഷയില്ല. കംഫർട്ട് വൈസ് ഒരു രക്ഷയില്ല, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു സ്ക്രാമോ പർച്ചേസ് ചെയ്തിട്ട് ഇത് വെച്ചിട്ട് ടൂറിംഗ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കംഫർട്ട് വൈസ്, നിങ്ങളിപ്പോൾ സോളോ റൈഡറൊക്കെ ആണെന്നുണ്ടെങ്കിൽ കംഫർട്ട് വൈസ് ഒരു രക്ഷയില്ല ഗൈസ്, അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ കയ്യിലിപ്പോൾ ഇരിക്കുന്നത്. മിറേഴ്സ് റൗണ്ട് മിറേഴ്സാണ്. വിസിബിലിറ്റി ചോദിക്കുകയാണെങ്കിൽ ഓക്കെ എന്ന് പറയേണ്ടി വരും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിറേഴ്സിൻ്റെ പൊസിഷൻ മാറുന്നുണ്ട്. മേ ബി എൻ്റെ അറ്റാച്ച്മെൻറ്റ് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നതുകൊണ്ടാവാം. പക്ഷേ റണ്ണിങ്ങിൽ മിറേഴ്സിൻ്റെ പൊസിഷൻ മാറുന്നുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട്. സോ അതൊരു ഫാക്ടറാണ്. പിന്നെ കയ്യിൽ വൈബ്രേഷൻ അടിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. അതിപ്പോൾ നമ്മൾ കുറച്ചായപ്പോഴത്തേക്ക് അത് കുറച്ച് അനോയ് ചെയ്യുന്ന രീതിയിലോട്ടായിട്ടുണ്ട്. സോ ഹാൻഡിൽ ബാറിൽ അത്യാവശ്യം വൈബ്രേഷൻസ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറയുമ്പോഴേ അത്യാവശ്യം നൈസായിട്ടുള്ളൊരു ബ്രേക്കിംഗ് ആണ് കേട്ടോ. അതായത് നമ്മൾ സസ്പെൻഷൻ ഇത്രയും സോഫ്റ്റൊക്കെ ആയതുകൊണ്ട് നോസ് ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യും. പക്ഷേ അങ്ങനെയൊന്നുമില്ല, കംഫർട്ടബിളായിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ബ്രേക്കിംഗ് സിസ്റ്റമാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ 60 സ്റ്റോപ്പ് ചെയ്യാണ്, കണ്ടോ, അത്യാവശ്യം നൈസ് ബ്രേക്കിംഗ് ആണ്. അത് ചാട്ടവും കാര്യങ്ങളൊന്നുമില്ല. ഓ എൻ്റെ അമ്മേ, എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാലിൽ നല്ല രീതിക്ക് ചൂടടിക്കുന്നുണ്ട് കേട്ടോ. ബിക്കോസ് കുഞ്ഞ് റോഡായതുകൊണ്ടേ നമുക്ക് 6 കയറാൻ പറ്റിയിട്ടില്ല. 4, 5 ഒക്കെ തന്നെയാണ് മാക്സിമം. ഇടയ്ക്ക് വെച്ച് മറ്റേ അവിടെ ഓപ്പണായിട്ട് റോഡ് കിട്ടിയ സമയത്താണ് ഞാൻ 6 കയറിയത്. അതുകൊണ്ട് അത്യാവശ്യം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിക്കുള്ള ഹീറ്റ് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ ഇനി മുന്നോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ ADVs റിവ്യൂ ചെയ്യുന്ന സമയത്ത്, ഫസ്റ്റ് ADV റിവ്യൂ ചെയ്ത സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സെഗ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് സെഗ്മെൻറ്റാണ്, എന്തിനാണ് ഈ ഒരു വണ്ടി നമ്മൾ ഇറക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ പർപ്പസസ്, അതായത് നമ്മുടെ കമ്പനി ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് നമ്മുടെ സ്ക്രാംബ്ലറിൻ്റെ കേസിലും പറയാനുള്ളത്. സ്ക്രാംബ്ലർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ക്രാംബ്ലർ എന്ത് സെഗ്മെൻറ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു സ്ട്രീറ്റ് ബൈക്കാണ് സ്ക്രാംബ്ലർ എന്ന് പറയുന്നത്, വിത്ത് ഓഫ് റോഡ് കേപ്പബിലിറ്റീസ്. അതായത് ഓഫ് റോഡ് ചെയ്യാൻ പറ്റുന്ന സ്ട്രീറ്റ് ബൈക്കുകളെയാണ് നമ്മൾ സ്ക്രാംബ്ലർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി ആരാണ് പർച്ചേസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൾറൗണ്ടർ, അതായത് ഓൾറൗണ്ട് കേപ്പബിലിറ്റി ഉള്ള ഒരു വെഹിക്കിളാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ അതേപോലുള്ള ഒരു പർപ്പസ് ഉള്ള ആളാണ് നോർമലി സ്ക്രാംബ്ലർ നോക്കുന്നത്. ഓക്കെ, ഒരിക്കലും ഇതിൻ്റെ പെർഫോമൻസസ്, അതായത് നമ്മുടെ ഓഫ് റോഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഇതിൻ്റെ ഓഫ് റോഡ് പെർഫോമൻസ് നിങ്ങൾ ഒരിക്കലും ഒരു ADV ആയിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. ബിക്കോസ് ADV എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ട് ഡിസൈൻ ചെയ്തേക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. സ്ക്രാംബ്ലർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മോഡറേറ്റ് ആയിട്ട് അതും ചെയ്യാം, ഒരു ഓൾറൗണ്ട് കേപ്പബിലിറ്റി ഉള്ള വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും ആ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ വേണം. സോ കൂടുതൽ എക്സ്പെക്ട് ചെയ്യരുത്. ഒരിക്കലും കമ്പാരിസൺ ഒരു ADV ആയിട്ട് നമുക്ക് സ്ക്രാംബ്ലറിനെ കമ്പയർ ചെയ്യാനും പോസിബിൾ അല്ല എന്ന് പറയേണ്ടി വരും. ബിക്കോസ് രണ്ട് സെഗ്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് കമ്പനികളുടെ സ്ക്രാംബ്ലേഴ്സ് കമ്പാരിസൺ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. അതിന് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ചോയ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഇത്രയും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് വീഡിയോകളുടെ കമൻറ്റ് സെക്ഷനിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഫൈറ്റാണ്. ഈസ് ഇറ്റ് ബെറ്റർ ദാൻ ഹിമാലയൻ, ഈസ് ഇറ്റ് ബെറ്റർ ദാൻ GS, ഈസ് ഇറ്റ് ബെറ്റർ ദാൻ ADV 390. അത് കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയുക, യൂസ്ലെസ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റ് ആണ്. ബിക്കോസ് ADVs ഡിസൈൻ ചെയ്തേക്കുന്നത് കുറച്ചുകൂടെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഓഫ് റോഡ് പേയ്മെൻറ്റ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു ലെവൽ അത് കീപ്പ് ചെയ്യും ADVs. സ്ക്രാംബ്ലേഴ്സ് ഒരിക്കലും അങ്ങനെയല്ല ഡിസൈൻ ചെയ്തേക്കുന്നത്. സ്ക്രാംബ്ലേഴ്സ് ഡിസൈൻ ചെയ്തേക്കുന്നത് മോഡറേറ്റ്
ഓഫ് റോഡിങ് ചെയ്യാൻ പറ്റും. അതും ചെയ്യാം എന്നുള്ള രീതിക്കാണ്. അപ്പോൾ പ്ലീസ് അത് മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങൾ കമ്പാരിസണിലോട്ട് പോവുക. ഓക്കെ. ആദ്യമേ തന്നെ വണ്ടിയുടെ ഡിസൈനിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമാവുന്ന ഒരു ടൈപ്പ് ഡിസൈനാണെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. ഇതൊരു ടിപ്പിക്കൽ സ്ക്രാംബ്ലറിൻ്റെ ഡിസൈനാണ് കേട്ടോ. പണ്ട് കാലം തൊട്ടേ സ്ക്രാംബ്ലേഴ്സ് ഈ ഒരു ഡിസൈനിലാണ് വന്നിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഐഡിയ ഇല്ലാത്ത ആൾക്കാരാണ് ചില ആൾക്കാരൊക്കെ ഇതെന്ത് ലുക്കാ അല്ലെങ്കിൽ ഇതെന്താ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ എക്സോസ്റ്റ് നമ്മൾ നോക്കിയാലും, എക്സോസ്റ്റിൻ്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാലും, അതിൻ്റെ പ്ലേസ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാലും കറക്റ്റ് നമ്മൾ പണ്ടുള്ള സ്ക്രാംബ്ലേഴ്സ്, ഇതിൻ്റെ തന്നെ നമ്മൾ ഹയർ CC സ്ക്രാംബ്ലേഴ്സ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏകദേശം സിമിലർ ഡിസൈൻ തന്നെ വരും. എനിക്കിതിൽ ടിപ്പിക്കൽ സ്ക്രാംബ്ലറിൻ്റെ അല്ലാത്ത ഒരു കാര്യമായിട്ട് തോന്നിയത് ഇതിൻ്റെ വീല്, അലോയ് വീൽസാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. നോർമലി സ്ക്രാംബ്ലേഴ്സിന് സ്പോക്ക് വീൽസാണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് എനിക്കൊരു ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഉണ്ട് അതിൽ. ബാക്കി നമുക്ക് നോർമലി കാണുന്ന സ്ട്രീറ്റിൽ കാണുന്ന സ്ക്രാംബ്ലേഴ്സിൻ്റെ അതേ ലുക്കിൽ തന്നെയാണ് ഈ ഒരു വണ്ടിയും വരുന്നത്. ഓക്കെ, സോ വണ്ടിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ആദ്യം വണ്ടിയിൽ കയറി ഇരിക്കുമ്പോൾ ഉള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. അത്യാവശ്യം ടോളായിട്ടുള്ളൊരു വണ്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉള്ളൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസും ടോളായിട്ടുള്ള ഒരു പോസ്റ്ററും സീറ്റിംഗ് പോസ്റ്ററും കാര്യങ്ങളും ഡിസൈനും ഉള്ള ഒരു വണ്ടിയാണ് നമ്മുടെ സ്ക്രാംബ്ലർ 400X എന്ന് പറയുന്നത്. എത്ര ഹൈറ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ GSൻ്റെ സിമിലർ സീറ്റ് ഹൈറ്റാണ് ഇതിന് വരുന്നത്. 835 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വണ്ടിയിൽ കയറി നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് 168 സെൻറ്റിമീറ്റേഴ്സാണ് എൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഷോർട്ട് റൈഡേഴ്സിന് എത്രത്തോളം കംഫർട്ടബിൾ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇതിന്ന് മനസ്സിലാവും. ഓക്കെ, സോ നമ്മൾ കയറുമ്പോൾ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത്. കംപ്ലീറ്റ് പ്ലാന്റഡ് ഫുഡ് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ടിപ്ടോയാണ് GSൽ എങ്ങനെയാണോ അതേപോലെ തന്നെ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അത്യാവശ്യം ടോളായിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അതായത് ഒരുപാട് ചരിയത്തില്ല വണ്ടി. സോ നമുക്ക് കയറിയിട്ട് പെട്ടെന്ന് എടുത്ത് സ്ട്രൈറ്റ് ആക്കാനാണെങ്കിലും ഇപ്പോൾ 185 kgs ഉള്ള ഒരു വണ്ടിയാണ്. അതൊരിക്കലും ഫീൽ ചെയ്യത്തില്ല. ജസ്റ്റ് നോക്കി കണ്ടോ, ഭയങ്കര ലൈറ്റായിട്ട് നമുക്ക് കംഫർട്ടബിളായിട്ട് എടുത്ത് വെക്കാൻ പറ്റും. പക്ഷേ എന്നെക്കാട്ടിലും കുറച്ചുകൂടെ ഹൈറ്റ് കുറഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നമെന്ന് ഞാൻ പറഞ്ഞുതരാം. ബിക്കോസ് എനിക്ക് തന്നെ ഇപ്പോൾ ഓൾറെഡി ടിപ്ടോയിങ് അല്ലേ. അപ്പോൾ ഞാൻ ആ ഷോറൂമിൽ നിന്ന് എടുക്കുന്ന സമയത്ത് എനിക്കൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു സൈഡിൽ കുറച്ച് ഡെപ്ത്ത് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി എടുത്തിട്ട് തിരിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് വെയിറ്റ് ഫീൽ ചെയ്യും, പ്ലസ് നമുക്ക് ടോ എത്താത്തതുകൊണ്ട് ഒരു കോൺഫിഡൻസ് ഇഷ്യൂ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ആ ഒരു കാര്യം നിങ്ങൾ നോക്കുക. ബിക്കോസ് 168 സെൻറ്റിമീറ്റേഴ്സിനെക്കാട്ടിലും കുറവാണ് നിങ്ങളുടെ ഹൈറ്റ് എന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് ചെറിയൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ പ്രോബ്ലം വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സീറ്റിൻ്റെ കംഫർട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള കുഷനിങ് ഉള്ള സീറ്റാണ് കേട്ടോ. സ്പ്ലിറ്റ് സീറ്റാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. പില്ലിയന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു സെഗ്മെൻ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിലെന്താ പ്രോബ്ലം എന്ന് ഞാൻ പറയാം. ആദ്യമേ തന്നെ അത്യാവശ്യം നല്ല കുഷനിങ് ഉണ്ട്, കംഫർട്ടബിൾ ആണ്. നമുക്കിപ്പോൾ സോളോ റൈഡൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആയിട്ട് പോകാൻ പറ്റും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഹിമാലയനുമായിട്ടോ GSും ആയിട്ടോ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അത്രയും കംഫർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും ഇല്ല എന്ന് പറയേണ്ടി വരും. ചെറിയൊരു ആ ഒരു കാര്യത്തിൽ മാത്രം കുറച്ചൊന്ന് പുറകിലോട്ടാണ്. ഓക്കെ, അത്യാവശ്യം സോഫ്റ്റാണ്, കംഫർട്ടബിളാണ്. പില്ലിയൻ്റെ കേസ് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നത്തെ വീഡിയോകളിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അത്യാവശ്യം ലോങ് ആയിട്ടുള്ള ഒരു സീറ്റാണെന്നുണ്ടെങ്കിൽ ലോങ് ടൂറിങ്ങിനൊക്കെ പില്ലിയൺ അത്യാവശ്യം നല്ല സപ്പോർട്ടായിട്ട് കംഫർട്ടബിളായിട്ട് ഇരുന്ന് പോകാൻ പറ്റും. പക്ഷേ ഇവിടെ അത്യാവശ്യം ഷോർട്ടായിട്ടുള്ള ബ്രോഡായിട്ടുള്ള ഒരു സീറ്റാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. പ്രത്യേകിച്ച് സൈഡിൽ ഗ്രാബ് റെയിലും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും സ്പേസ് കുറയും, വീണ്ടും നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. സോ അതുകൊണ്ട് പില്ലിയൺ കംഫർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പില്ലിയൺ കംഫർട്ട് കുറച്ച് ബുദ്ധിമുട്ടാകാനാണ് ചാൻസ്. ഞാൻ പില്ലിയണിനെ വെച്ച് നോക്കിയിട്ടില്ല, ബട്ട് സീറ്റിൻ്റെ ലെങ്ത് വെച്ചിട്ട് ഞാൻ അസ്യൂം ചെയ്യുന്നതാണ്. അപ്പോൾ ഓണേഴ്സ് ആരെങ്കിലും ഉണ്ട്, നിങ്ങൾ പില്ലിയൺ റൈഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് അതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ ലഗേജ് ക്യാരിയിങ് കപ്പാസിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഡിസപ്പോയിൻറ്റിംഗ് ആണെന്ന് പറയേണ്ടി വരും. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഓൾറൗണ്ടറാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എക്സ്പെക്റ്റ് ചെയ്യാം എന്ന് പറയേണ്ടി വരും. കാര്യം ലഗേജ് ക്യാരി ചെയ്യാനായിട്ട് അങ്ങനെ ഒരു പ്രത്യേകിച്ച് അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. സാഡിൽ ബാഗ് വെക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു സൈഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസൈനാണ് അല്ലെങ്കിൽ ട്രയംഫ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എക്സ്ട്രാ രണ്ട് സൈഡും വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ മോഡിഫിക്കേഷൻസ് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. സോ ടൂറിങ്ങിനൊക്കെ നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ മോഡിഫിക്കേഷൻസ് ചെയ്യേണ്ടി വരും. ഇതിൽ ഏറ്റവും നമ്മൾ ടൂറിങ് ചെയ്യുന്ന സമയത്താണെങ്കിലും മഴക്കാലത്ത് നമ്മുടെ ഏറ്റവും വലിയ വില്ലനാണ് ഇതിൻ്റെ ഈ ടെയിൽ പോർഷൻ നിങ്ങൾ കാണുന്നത്. കാര്യം എൻ്റെ വണ്ടിക്കാണെങ്കിലും നമുക്ക് ടയർ ഹഗ്ഗർ ഇല്ല. ടയർ ഹഗ്ഗർ ഇല്ലാത്തതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വഴിക്കൊക്കെയാണ് ചെളി തെറിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അമ്മാതിരി എഫക്റ്റാണ് മൺസൂണിൽ. സോ അത് ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് പറയേണ്ടി വരും. ബിക്കോസ് നമുക്ക് മഴക്കാലത്ത് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇതിൻ്റെ ടയറും ഡ്യുവൽ പർപ്പസ് ടയറാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിക്ക് ചെളി തെറിക്കും.
ഇനി നമ്മൾ ഹാൻഡിൽ ബാറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ടോളായിട്ടുള്ള വൈഡ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാറാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അതായത് ഒരു ADVയുടെ പോലെ തന്നെയാണ് ഹാൻഡിൽ ബാർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഹാൻഡിൽ ചെയ്യാനാണെങ്കിലും സാഡ്ലിംഗ് പോസ്റ്ററിലാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നമുക്ക് കംഫർട്ടബിളായിട്ട് വണ്ടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ഹാൻഡിൽ ബാറാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇനി ഇതിലെ സ്വിച്ചസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ നമുക്ക് വരുന്ന എൻജിൻ ക്യൂൽ സ്വിച്ച് ഉണ്ട്. അതുപോലെ തന്നെ താഴെയായിട്ട് നമ്മുടെ ഹസാർഡ് ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. അതേപോലെ തന്നെ താഴെയായിട്ട് നമ്മുടെ ഇഗ്നീഷൻ സ്വിച്ച് ഉണ്ട്. പിന്നെ ഇപ്പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാസ് ലൈറ്റ് ഇതാ ഇവിടെ വരും. പിന്നെ ഇവിടെ ഒരു DRL കൺട്രോൾ ചെയ്യാനായിട്ട് ഫ്രണ്ടിലെ DRL കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു സ്വിച്ച് ഉണ്ട്. പിന്നെ ഇവിടെ ഐ ബട്ടൺ ഉണ്ട്. ഈ ഐ ബട്ടൺ വെച്ചിട്ടാണ് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ ടോഗിൾ ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഇൻഡിക്കേറ്റർ സ്വിച്ച് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹോൺ കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആണ്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഇതിൽ സ്വിച്ചസിൽ വരുന്നത്. ഇനി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കണ്ടോ വലുതായിട്ട് നമുക്ക് സ്പീഡോമീറ്റർ ഇവിടെ വലുതായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് സ്പീഡും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പിന്നെ നോർമലി കാണുന്ന വാർണിംഗ് സൈൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ മെയിനായിട്ട് ഇവിടെ വരുമ്പോൾ സൈഡിലായിട്ടാണ് RPM വരുന്നത്. RPM ഇതാ ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഗിയർ പൊസിഷൻ അത്യാവശ്യം ബ്രോഡായിട്ട് വലുതായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ അതിലെനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഹാപ്പിയാണ്. ബിക്കോസ് നമ്മൾ കഴിഞ്ഞ ദിവസം SD ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആണെന്ന്. പിന്നെ ദ എഞ്ചിൻ ഓഫ് എന്ന് വലുതായിട്ട് വെണ്ടയ്ക്കാഷത്ത് എഴുതി വെച്ചിട്ടുണ്ട്. സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ കാണിച്ചിട്ടുണ്ട്. പിന്നെ ടൈം ഇവിടെ ഉണ്ട്. ഫ്യൂൽ ഗേജ് താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വണ്ടിയിൽ റൈഡിംഗ് മോഡ്സ് ഉണ്ട് ഗൈസ്. സോ BMW പ്ലീസ് ഞാൻ കളിയാക്കും ഗൈസ്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ ഞാൻ കളിയാക്കും. ബിക്കോസ് എങ്ങനെയെങ്കിലും അതിനകത്തൊരു റൈഡിംഗ് മോഡ്സ് വന്നിരുന്നെങ്കിൽ എനിക്ക് പേഴ്സണലി ഞാൻ പ്രിഫർ ചെയ്യുന്നൊരു സംഭവമായിരുന്നു. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ, പ്രത്യേകിച്ച് 400cc ആയിട്ടുള്ള വലിയൊരു വണ്ടിയാണ്. അപ്പോൾ അതിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള സേഫ്റ്റി ഫീച്ചർ കൊടുക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ട്രയംഫിന് നല്ല രീതിക്ക് അറിയാം. സോ അതുകൊണ്ട് അവർ ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്, വിച്ച് ഈസ് എ ഗുഡ് തിങ്. ഓക്കെ, സോ ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്. അതും നമുക്ക് ഓൺ ഓഫ് ചെയ്യാൻ പറ്റും. റൈഡിംഗ് മോഡ്സ് വെച്ചിട്ട് ABS ഓഫ് ചെയ്യാം. സോ നിങ്ങൾക്ക് പവർ സ്ലൈഡൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓഫ് റോഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ല രീതിക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ പല ADVകളിലും ഇതൊന്നും കൊടുത്തിട്ടില്ല. ഇൻഡയറക്റ്റായിട്ട് കുത്തിയതാണ് എൻ്റെ വണ്ടീനെ. സോ അത് വെച്ചിട്ട് നോക്കുമ്പോൾ സ്ക്രാംബ്ലർ ആ ഒരു ഫീച്ചർ അവർ കൊടുത്തേക്കുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഓക്കെ, മിറേഴ്സിൻ്റെ കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൗണ്ട് മിറേഴ്സാണ്. പക്ഷേ വിസിബിലിറ്റിയുടെ കേസ് ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറയേണ്ടി വരും. ഭയങ്കരമായിട്ട് നമ്മൾ SD കണ്ട പോലത്തെ അത്രയും വലിയൊരു വിസിബിലിറ്റി റേഞ്ചും കാര്യങ്ങളൊന്നും ഇത് തരുന്നില്ല. കുഞ്ഞ് ഒരു ഡിസൈനിന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് അത്യാവശ്യം ഹാൻഡിൽ ബാറിൽ നല്ല വൈബ്രേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് റണ്ണിങ്ങിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അതും ഒരു ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് പറയേണ്ടി വരും. ഇനി നമ്മൾ ഈ ഒരു സസ്പെൻഷൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സസ്പെൻഷനാണ് സ്ക്രാംബ്ലറിൽ ട്രയംഫ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. 43 mm സസ്പെൻഷനാണ് നമുക്ക് ഈ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. USD ഫോക്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ GS-ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ GS-ൻ്റെ 41 ആണ്. ഓക്കെ, സോ അത്യാവശ്യം വലിയൊരു സസ്പെൻഷനാണ് കൊടുത്തേക്കുന്നത്. പ്ലസ് ഇതിൻ്റെ ട്രാവൽ വരുന്നത് നമ്മൾ 150 mm ആണ് ഇതിൻ്റെ ട്രാവൽ വരുന്നത്. പക്ഷേ ആ ട്രാവൽ നോക്കരുത്, അത്യാവശ്യം ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സസ്പെൻഷനാണ് കേട്ടോ. ഓടിച്ചതിൽ വെച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സസ്പെൻഷനാണ്, ഞെട്ടിച്ചൊരു സസ്പെൻഷനാണ്. അപ്പോൾ അത് എടുത്ത് പറയേണ്ടി വരും. സോ അത്യാവശ്യം കംഫർട്ടബിളായിട്ട് നമുക്ക് ഈസി ആയിട്ട് മോഡറേറ്റ് ആയിട്ട് ഓഫ് റോഡിങ് ചെയ്യാനും അതേപോലെ ടൂറിങ് കണ്ടീഷൻസിലൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു സസ്പെൻഷൻ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഇത്രയും സോഫ്റ്റ് ആയിട്ടും സസ്പെൻഷനും നോസ് ഡൈവിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. സോ ബ്രേക്കിങ്ങും അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്കിംഗ് സിസ്റ്റമാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇനി ബ്രേക്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ബ്രേക്സ് വരുന്നത് 320 mm ഫിക്സഡ് ഡിസ്ക്കാണ്. വിത്ത് 4 piston റേഡിയൽ കാലിപ്പേഴ്സാണ് ട്രയംഫ് ഇതിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇനി റിയർ ബ്രേക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 230 mm ഫിക്സഡ് ഡിസ്ക്കാണ് അവിടെ വരുന്നത്. വിത്ത് സിംഗിൾ പിസ്റ്റൺ ഫ്ലോട്ടിംഗ് കാലിപ്പറാണ്. ഇനി ഇതിൽ എടുത്ത് പറയേണ്ട 1-2 കാര്യങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ഹാൻഡ് ഗാർഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ആണ്. ചെറിയൊരു പ്രൊട്ടക്ഷൻ കാര്യങ്ങൾ, അതായത് ലീവേഴ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാൻഡ് ഗാർഡ് വളരെയധികം യൂസ്ഫുൾ ആണെന്ന് പറയാം. പ്ലാസ്റ്റിക്കിൻ്റെ ആണ്. അപ്പോൾ ഡ്യൂറബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഴ്ചയൊക്കെ എന്താ പറയുന്നത്, ഒരു സാധാരണ ഒരു ചെറിയ വീഴ്ചയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ളൊരു ഹാൻഡ് ഗാർഡ് ആണെന്ന് പറയേണ്ടി വരും. പിന്നെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഹെഡ്ലൈറ്റ് ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. സോ അത് ഒരു സ്ക്രാംബ്ലറിന് അങ്ങനെ കൊടുത്തേക്കുന്നത് തന്നെ വലിയൊരു കാര്യമായിട്ട് പറയാം. ബിക്കോസ് ഇവിടുത്തെ ADVസിന് പോലും ഇത് സ്റ്റോക്കായിട്ട് വരാറില്ല. സോ അതൊരു കാര്യമായിട്ട് എടുത്ത് പറയേണ്ടി വരും. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഷ് പ്ലേറ്റ് കണ്ടോ. നമ്മുടെ ബാഷ് പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം മെറ്റാലിക് ആയിട്ടുള്ള ഒരു ബാഷ് പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ GS-നെ നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ആണ് അവിടെ. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് വെക്കേണ്ടി വരും ബാഷ് പ്ലേറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, മെറ്റാലിക് ആയിട്ടുള്ള ബാഷ് പ്ലേറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ. സോ അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ, ഓഫ് റോഡിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടാണ് ഈ ഒരു ബാഷ് പ്ലേറ്റ് സഹിതം കൊടുത്തേക്കുന്നത്. 195 mm അത്യാവശ്യം വലിയൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടബിളായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ഒരു ഓഫ് റോഡ് റൈഡിന് വണ്ടിയായിട്ട് പോകാൻ പറ്റുന്നതാണ്.
വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാഡ്ലിംഗ് പോസ്റ്ററാണ് ട്രയംഫ് ഈ സ്ക്രാംബ്ലർ 400Xന് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. നമ്മളിപ്പോൾ സാഡിൽ ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് നമ്മുടെ ഹാൻഡിൽ ബാറിൽ എത്താനായിട്ടും താങ്ക്സ് ടു ദാറ്റ് ടോൾ വൈഡ് ഹാൻഡിൽ ബാർ. അതുപോലെ തന്നെ നമുക്ക് ഓഫ് റോഡ് പേയ്മെൻറ്റിൽ വണ്ടി ഈസി ആയിട്ട് 185 kgs ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ളൊരു പോസ്റ്ററാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. പക്ഷേ പ്രോബ്ലം എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രിപ്പ് ചെയ്യാനായിട്ട് ഓഫ് റോഡ് കണ്ടീഷൻസിൽ നമ്മൾ ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് സാഡിൽ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ നീ പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്, കാലിൻ്റെ മുട്ടിൻ്റെ പ്ലേസ്മെൻറ്റ്. അതും കോർ സ്ട്രെങ്തും വെച്ചിട്ടാണ് നമ്മൾ വണ്ടിയെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കംഫർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ടാങ്കിന് ഗ്രിപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പോസ്റ്ററാണെന്ന് പറയേണ്ടി വരും. എൻ്റെ ഹൈറ്റ് 168 cm ആണ് കേട്ടോ. അപ്പോൾ എന്നെക്കാട്ടിലും ഹൈറ്റ് കൂടുതലുള്ള ആൾക്കാർക്ക് കുറച്ചൊന്ന് ബെൻഡ് ചെയ്ത് നിൽക്കേണ്ടി വരും. എന്നെക്കാട്ടിലും ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് ഹാൻഡിൽ ബാറിലോട്ട് കൈ എത്താനും പോസിബിൾ ആവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഹൈറ്റ് ഉള്ള ആൾക്കാരൊക്കെ ഒരു 170 വരെയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ഞാൻ ഈ പറഞ്ഞ കംഫർട്ട് കിട്ടുന്നത്. അപ്പോൾ ടാങ്കിൻ്റെ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ടാങ്കിൽ ഗ്രിപ്പ് കിട്ടാത്തതുകൊണ്ട് ഉള്ളൊരു ഡിസ്കംഫർട്ട് കാര്യങ്ങൾ വരും. പിന്നെ നമുക്ക് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം ഓർമ്മിക്കുക, ഇതൊരു പ്രോപ്പർ ഓഫ് റോഡർ അല്ല, ഒരു സ്ക്രാംബ്ലറാണ്. സോ മോഡറേറ്റ് ഓഫ് റോഡിങ്ങിന് വേണ്ടിയിട്ട് ഇത് തന്നെ ധാരാളമാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. സോ നിങ്ങൾ കൂടുതലും ഓഫ് റോഡ് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ബെറ്റർ യു ഗോ ഫോർ ആൻ ADV. നമ്മൾ ഹെഡ്ലൈറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇപ്പോൾ നോർമൽ കണ്ടീഷനിൽ, അതായത് കണ്ണ് ഇരിക്കുന്ന പോലെ വരുന്നില്ലേ, നല്ല രസമുണ്ടല്ലേ, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് ആ ഒരു DRL ഓൺ ആവുന്നത്. ഇത് നമ്മുടെ ഡിമ്മ് ബ്രൈറ്റ് പാസ്റ്റ് ലൈറ്റ് എല്ലാം ഇൻ്റഗ്രേറ്റഡ് ആണ് കണ്ടോ. ഇതിലാണ് ഈ ഒരു സ്വിച്ചിലാണ് വരുന്നത്. ഇത് പാസ്റ്റ് ലൈറ്റിനും ഇത് ബ്രൈറ്റ് ഇത് ഡിമ്മ്, ഓക്കെ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിം കണ്ടീഷനിലായിരിക്കുന്നത്, ബ്രൈറ്റ് ആക്കുമ്പോഴത്തേക്ക് നോക്കി ഇങ്ങനെ വരും. നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ വിസിബിലിറ്റി നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും. അത്യാവശ്യം തരക്കേടില്ലാത്ത ഹെഡ്ലൈറ്റ് വിസിബിലിറ്റി ഉണ്ട് എന്ന് പറയാം. അതായത് തീരെ ഡിസപ്പോയിൻറ്റിങ് അല്ല. നമ്മൾ എക്സ്പൾസിൻ്റെയും അതേപോലെ തന്നെ ഹിമാലയൻ്റെ ഒക്കെ പറയുന്ന പോലെ തീരെ ഡിസപ്പോയിൻറ്റിങ് അല്ല. ഒരുവിധം ബെറ്റർ ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വീണ്ടും എഗെയിൻ ഞാൻ പറയുന്നു, നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഡോമിനാറുമായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ADV 390 ആയിട്ടോ GS ആയിട്ടോ ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള ഹെഡ്ലൈറ്റാണ് ഈ 3 ബ്രാൻഡും 3 പ്രോഡക്റ്റും പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അത്യാവശ്യം വിസിബിലിറ്റി ഉള്ള ഒരു ഹെഡ്ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എക്സോസ്റ്റിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഡുവൽ ബാരൽ എക്സോസ്റ്റാണ് നമുക്ക് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൗണ്ട് കൂടെ നമുക്കൊന്ന് കേൾക്കാം. ടാങ്ക് കപ്പാസിറ്റി നോക്കുമ്പോൾ 13 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റിയാണ് വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. മൈലേജ് കമ്പനി ക്ലെയിം ചെയ്യുന്ന 28 ആണെന്നുണ്ടെങ്കിലും 34 ഒക്കെ ഹൈവേ മൈലേജ് ക്ലെയിം ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. 12:1 ആണ് കംപ്രഷൻ റേഷ്യോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 28 എന്ന് പറയുന്ന അത്ര ബെറ്റർ ആയിട്ടുള്ളൊരു മൈലേജ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയും. കാര്യം നമ്മുടെ ഹിമാലയൻ ആണെന്നുണ്ടെങ്കിൽ 11.5:1 ആണ് അതിൻ്റെ കംപ്രഷൻ റേഷ്യോ കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് നിയർലി 34 ഒക്കെ ഹൈവേ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സോ അപ്പോൾ അത് ആ ഒരു കാര്യത്തിൽ ഡിസപ്പോയിൻറ്റിംഗ് ആണെന്ന് പറയേണ്ടി വരും. ഇനി എൻജിൻ സ്പെസിഫിക്കേഷൻസിലോട്ട് പോവാം. സിംഗിൾ സിലിണ്ടർ 4 വാൽവ് DOHC ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ട്രയംഫ് ഈ ഒരു വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. കപ്പാസിറ്റി വരുന്നത് 398.15 cc ആണ്. വിത്ത് കംപ്രഷൻ റേഷ്യോ 12:1. മാക്സ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 40 PS പവറാണ്. അതുപോലെ തന്നെ മാക്സ് ടോർക്ക് വരുന്നത് 37.7 Nm ആണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അനുവദിച്ചിട്ടുള്ള ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഷോറൂമിൽ നിന്ന് 1 മണിക്കൂറാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ള ടൈം. അപ്പോൾ ഏകദേശം ടൈം കഴിയാറായി. പിന്നെ നല്ല വെയിലും ഉണ്ട്. സോ നമ്മൾ വേഗം ഷോറൂമിലോട്ട് പോവാണ്. അതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഓടിച്ച് വെച്ചിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബൈക്കാണ് നമ്മുടെ സ്പീഡ് 400 എന്ന് പറയുന്നത്. അപ്പോൾ അതേ എഞ്ചിനിൽ വരുന്ന ഒരു സ്ക്രാംബ്ലർ എന്ന് പറയുമ്പോൾ ശരിക്കും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് തന്നെയാണ് ഈ വണ്ടി ഞാൻ ഇപ്പോൾ ടെസ്റ്റ് റൈഡ് എടുത്തത്. വളരെയധികം സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയേണ്ടി വരും. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എഞ്ചിൻ സൈഡിൽ നിന്ന് ഭയങ്കര അടിപൊളിയാട്ടോ, ഭയങ്കര നൈസാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പ്രോപ്പർ ADV ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ നിങ്ങളൊരു സ്ക്രാംബ്ലറാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ചോയ്സാണ് നമ്മുടെ സ്ക്രാംബ്ലർ 400X എന്ന് പറയുന്നത്. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, മൈ ഒപ്പീനിയൻ. അപ്പോൾ അത് എൻ്റെ സെഗ്മെൻറ്റിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ആരൊക്കെ ഇത് എടുക്കുന്നതായിരിക്കും ബെറ്റർ, എൻ്റെ അഭിപ്രായത്തിൽ കേട്ടോ. ആർക്കൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് ആരെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യിക്കും എന്നുള്ള കാര്യം എനിക്ക് ഓടിച്ചത് വെച്ചിട്ട് മനസ്സിലായ കാര്യങ്ങൾ വെച്ചിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന സെഗ്മെൻറ്റാണ്. സോ വണ്ടി മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളത് കാണുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ലാസ്റ്റ് സെഗ്മെൻറ്റിലോട്ട് പോവാണ്. അതായത് വാട്ട് ഐ ഹാവ് ടു സേ, എനിക്കെന്താണ് പറയേണ്ടത്, എൻ്റെ അഭിപ്രായത്തിൽ ആർക്കൊക്കെ ആയിരിക്കും ഈ ഒരു വണ്ടി സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇന്നത്തെ ദിവസം കുറച്ച് ഹെക്ടിക് ആയിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ കോലം കണ്ടില്ല, അവസ്ഥയായി. വീട്ടിൽ വന്നപ്പോൾ തന്നെ ഒരു പകുതി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫസ്റ്റ് ഷോറൂമിൽ പോയ എക്സ്പീരിയൻസ് തൊട്ട് പറയാം. ഞാൻ പോയത് പാപ്പനംകോടുള്ള ട്രയംഫിൻ്റെ ഷോറൂമിലാണ് പോയത്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിഗ്നലിനോട് ചേർന്നിട്ടാണ് ഈ ഒരു ഷോറൂം ഇരിക്കുന്നത്. പ്ലസ് ഷോറൂമിലോട്ട് കയറി പോകുന്ന സ്ഥലത്ത് തന്നെ അത്യാവശ്യം നല്ല രീതിക്കൊരു വലിയൊരു ഒരു ബ്ലോക്ക് ഉണ്ട്. അത് ചാടിക്കടന്ന് വേണം പോകാനായിട്ട്. അപ്പോൾ എൻ്റെ വണ്ടി കയറിയപ്പോഴത്തേക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, സ്മൂത്തായിട്ട് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പ്ലസ് അവിടെ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നമല്ല, അവിടെ എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പയ്യൻ അവിടെ ഡെലിവറി എടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര അടിപൊളി വൈബായിരുന്നു. അപ്പോൾ അതിനിടയ്ക്കാണ് ഞാൻ ടെസ്റ്റ് റൈഡ് ചെയ്യാനായിട്ട് അവിടെ ചെല്ലുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ കുറച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കത് മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്യാൻ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ തന്നെ നിന്നു. ആ സമയത്ത് നമ്മുടെ ഡേറ്റോണ കണ്ടായിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നോ 660. അപ്പോൾ അത് ടെസ്റ്റ് റൈഡ് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നോക്കണം. അപ്പോൾ അതൊക്കെ കണ്ട് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് ഇവരുടെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കിങ്ങനെ വണ്ടി കൊണ്ട് തന്നു, എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വണ്ടി എടുത്ത സമയത്ത് ഫസ്റ്റ് തന്നെ ഫീൽ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അഗ്രസീവായിട്ടുള്ളൊരു എൻജിനാണ്. കൈ കൊടുക്കുമ്പോൾ തന്നെ ചാടിയാണ് പോകുന്ന വണ്ടി. അപ്പോൾ ഞാനത് എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ശരിക്കും ആ ഒരു കട്ടിങ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അത് കഴിഞ്ഞ് ഞാൻ എയറിലായിരുന്നു കുറച്ച് നേരം, പൊങ്ങിയാ ചെന്ന് സിഗ്നലിൽ ചെന്ന് പോകുന്നത്. സോ ആ ഒരു സിറ്റുവേഷൻ അതാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. പിന്നെ ഷോറൂമിലെ അവരുടെ ഇതും പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു. ഭയങ്കരമായിട്ട് കംഫർട്ടബിളായിട്ട് തന്നെ എല്ലാവരും ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ അവിടുത്തെ ഒരു ബ്രോയ്ക്ക് 310R ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരനെ ഞങ്ങൾ എൻ്റെ GS-ൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാനത് കാര്യങ്ങളൊക്കെ പറഞ്ഞു, പുള്ളിക്കാരൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. ഈ ഷോറൂം എൻവയോൺമെൻറ്റ് കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു, ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു കാര്യം ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഹാൻഡിൽ ബാർ നല്ല വൈബ്രേഷൻ ഉണ്ട്. പിന്നെ പ്രോപ്പർ മെയിൻറ്റൈൻഡ് അല്ലാത്ത വണ്ടി പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹീറ്റിംഗ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഹാൻഡിൽ ബാറിൻ്റെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ ചോദിച്ചായിരുന്നു, വണ്ടി കൊടുത്തിട്ട് ചോദിച്ച സമയത്ത് ഈ ടെസ്റ്റ് റൈഡ് വണ്ടി വീണ് ഇടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹാൻഡിൽ ബാർ കുറച്ച് സീനാണെന്ന് അവരെൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞായിരുന്നു. ഞാൻ ഓടിച്ച് അങ്ങോട്ട് പറയുന്നതിന് മുന്നേ ഇങ്ങോട്ട് പറഞ്ഞായിരുന്നു. സോ മേ ബി അതായിരിക്കാം. സോ അപ്പോൾ എനിക്കൊന്ന് ഈ ഹാൻഡിൽ ബാറിൻ്റെ വൈബ്രേഷൻ കാര്യം ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ റെഫർ ചെയ്ത വീഡിയോസിലോ അല്ലെങ്കിൽ ഞാൻ ചോദിച്ച ഓണേഴ്സിനോ ആരും ഈ ഒരു വൈബ്രേഷൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. സ്മൂത്തായിട്ടുള്ളൊരു എഞ്ചിനാണെന്നുള്ള രീതിയിലുള്ള ഒരു ഫീഡ്ബാക്കാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ഓടിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ ആയിരുന്നു എനിക്ക് വന്നത്. അപ്പോൾ ഈ ഒരു ആക്സിഡൻറ്റിൻ്റെ കേസ് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. മേ ബി അതുകൊണ്ടായിരിക്കാം ആ ഒരു വൈബ്രേഷൻ കാര്യങ്ങൾ വരുന്നത്. എൻ്റെ എക്സ്പീരിയൻസിൽ നല്ല അനോയ് ചെയ്യുന്ന രീതിക്കുള്ള വൈബ്രേഷൻ ആയിരുന്നു കേട്ടോ. കുറച്ച് ഓടിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കൈ മരവിച്ച് തുടങ്ങുന്ന രീതിക്കുള്ള കാര്യം. ഞാൻ ഗ്ലൗസ് യൂസ് ചെയ്യാതെയാണ് ടെസ്റ്റ് റൈഡ് എടുക്കുന്നത് നോർമലി. അത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്, ബിക്കോസ് നമുക്ക് എത്രത്തോളം വൈബ്രേഷൻ കാര്യങ്ങളും ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഗ്ലൗസ്, ബട്ട് അങ്ങനെ തന്നെ എടുത്തത്. അപ്പോൾ അത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൈബ്രേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഓക്കെ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ സ്ക്രാംബ്ലർ എന്ന് പറഞ്ഞ സെഗ്മെൻറ്റ് നമ്മൾ ഓൾ പർപ്പസ് ബൈക്ക് എന്ന് പറയില്ല, ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. അതായത് ഒരു സ്ട്രീറ്റ് ബൈക്ക് പ്ലസ് ഓഫ് റോഡ് കേപ്പബിലിറ്റീസ്, അത് തന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അതിൽ നോർമൽ സ്ക്രാംബ്ലേഴ്സിൽ ഈ സ്പോക്ക് വീൽസ് ആണ് കൊടുക്കുന്നത്. സോ ബെറ്റർ ഓഫ് റോഡ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്. ഇവിടെ ഈ ഒരു സ്ക്രാംബ്ലർ ഓടിച്ച സമയത്ത് എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സ്ട്രീറ്റ് ക്യാരക്ടറിസ്റ്റിക്സിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇറക്കിയ ഒരു സ്ക്രാംബ്ലർ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് ഓഫ് റോഡ് മോഡറേറ്റ് ആയിട്ട് ചെയ്യാം, അതായത് അലോയ് വീൽ വെച്ചിട്ട് ചെയ്യുന്ന ഓഫ് റോഡിങ് പരിപാടികളൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിലുള്ള കാറ്റഗറൈസേഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൺ റോഡ് പെർഫോമൻസ് അന്യായമാണ് കേട്ടോ. മീൻസ് ഈവൻ നമ്മൾ കോർണർ ചെയ്യുന്ന സമയത്താണെങ്കിലും റോഡ് ഗ്രിപ്പ് ടയർ ഓഫർ ചെയ്യുന്ന ഇതാണെങ്കിലും അടിപൊളിയായിട്ട് ആ ഒരു സംഭവം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു നേക്കഡ് നമുക്ക് അത്യാവശ്യം 185 kgs ഉള്ള ഒരു വണ്ടി ഓടിക്കുന്ന പോലെ ഫീൽ ചെയ്യത്തില്ല. ഭയങ്കരമായിട്ട് ഫ്ലിക്ക് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ട്രാഫിക്കിനിടയ്ക്ക് മനൂവർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു സ്ക്രാംബ്ലറാണ് സ്പീഡ് 400 സ്ക്രാംബ്ലർ 400X എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ് നമ്മുടെ 400 സ്പീഡ് 400 എന്ന് പറയുന്നത്. അതിൻ്റെ സെയിം ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് ഈ വണ്ടിക്ക്. ഇത് എന്താ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുറച്ചുകൂടെ ഈ ഒരു ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പോക്കറ്റിൽ സൈസും അതേപോലെ തന്നെ ടീത്തിൻ്റെ എണ്ണവും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വണ്ടിയിലോട്ട് വരുമ്പോൾ ഉള്ളൊരിത് വരുന്നത്. പിന്നെ അതിനെക്കാട്ടിലും കുറച്ചുകൂടെ ടോളായിട്ടുള്ളൊരു ബൈക്കുമാണ്. 835 mm ആണെന്ന് നമുക്ക് കാണുമ്പോൾ പറയത്തില്ല കേട്ടോ. വണ്ടിയുടെ സീറ്റ് ആയിട്ട് കയറി നിൽക്കുമ്പോഴാണ് നമുക്ക് ഇത്രയും ടോളായിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു
ഇനിയാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പോകുന്നത്. അതായത് നമ്മൾ ഈ ഒരു സ്ക്രാംബ്ലർ സെഗ്മെൻറ്റ് നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഓൾറൗണ്ടേഴ്സിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എല്ലാ കാറ്റഗറിയിലും നമുക്ക് കയറി മുട്ടി നിൽക്കാം. പക്ഷേ അതിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് ആ ഒരു കാറ്റഗറിയിൽ ഇറക്കിയേക്കുന്ന വണ്ടികളുമായിട്ട് നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓഫ് റോഡ് ചെയ്യാൻ പറ്റുമെന്ന് കരുതി നമ്മൾ ADVസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ അത് തന്നെയാണ് പേർപ്പസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇവിടെ വരുന്നത്. അതായത് ഇപ്പോൾ എൻ്റെ പേർപ്പസ്, ഞാൻ GS എടുക്കുമ്പോൾ എൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് ലോങ് ടൂറിങ്ങും അതേപോലെ തന്നെ മോഡറേറ്റ് ആയിട്ടുള്ള ഓഫ് റോഡിങ്ങും ആ ഒരു കാറ്റഗറി വെച്ചിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ വണ്ടി എടുക്കുന്നത്. പിന്നെ എനിക്ക് വേറൊരു ബൈക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് സിറ്റി ട്രാഫിക്കിലാണെങ്കിലും എനിക്ക് വേറെ വണ്ടി ഓടിക്കാം എന്നുള്ളൊരു ഇതുണ്ട്, ഒരു ഫാക്ടർ അവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ സ്ക്രാംബ്ലർ ചൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി കമ്മ്യൂട്ടിങ്ങിനും അതേപോലെ തന്നെ ടൂറിങ്ങിനും മോഡറേറ്റ് ഓഫ് റോഡിങ്ങിനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു കേപ്പബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിനും അതിൻ്റെ എക്കണോമിക്സും ആണെങ്കിലും അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നൊരു വണ്ടിയാണ് നമ്മൾ നോക്കുന്നത് സ്ക്രാംബ്ലറിൽ. അപ്പോൾ ഇവിടെ എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വലുതായിട്ട് ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് ഡിഫറെൻറ്റ് ഒപ്പീനിയനാണ്. നല്ല രീതിക്ക് ഹീറ്റ് ഉണ്ടായിരുന്നു. എവിടെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാലിൻ്റെ ഈ ഒരു കാഫിൻ്റെ ഭാഗത്താണ് ഭയങ്കരമായിട്ട് ഹീറ്റ് വരുന്നത്. അതും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു ഹീറ്റ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ സ്ക്രാംബ്ലർ നമ്മൾ പേർപ്പസ് അനുസരിച്ച് നോക്കുമ്പോൾ അത് ഭയങ്കര ഒരു മൈനസായിട്ട് നമുക്ക് പറയേണ്ടി വരും. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പവർഫുൾ ആയിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് കേട്ടോ. അത് നമുക്കിപ്പോൾ ഒരു ക്വിക്ക് ഓവർടേക്കിംഗ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നല്ല ഹൈ സ്പീഡ് കോർണേഴ്സ് എടുക്കാനാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തരുന്നുണ്ട് വണ്ടി. ഭയങ്കരമായിട്ട് ത്രോട്ടിൽ റെസ്പോൺസ് ആണെങ്കിൽ അത്യാവശ്യം അന്യായ ത്രോട്ടിൽ റെസ്പോൺസ് ആണ്. പിന്നെ കംപ്ലീറ്റ് ആയിട്ടൊരു ഫീല് തന്നെ നമുക്കൊരു അഗ്രസീവായിട്ട് ഒരു റൈഡ് കൺസിഡർ ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു വണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു സ്ക്രാംബ്ലർ 400X എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ ആർക്കൊക്കെ ഇത് സ്യൂട്ടബിൾ ആവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇതിൻ്റെ ലുക്ക് പിടിക്കത്തില്ല. ഓക്കെ, ഇപ്പം ലുക്കിൻ്റെ കേസ് ഞാൻ പറഞ്ഞല്ലോ, സ്ക്രാംബ്ലറിൻ്റെ ലുക്ക് ഓൾറെഡി ഇതിൻ്റെ തന്നെ ഹയർ CC വേരിയൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏകദേശം സിമിലർ ഡിസൈൻ തന്നെയാണ് ഈ ഒരു വണ്ടിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്പോക്ക് വീല് മാറ്റിക്കഴിഞ്ഞാൽ ഏകദേശം സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ കഫേ റൈസറിൻ്റെ ഒരു ഡിസൈൻ ഉണ്ടാവില്ലേ, അത് കഫേ റൈസറിൻ്റെ ഡിസൈൻ ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് അതൊരിക്കലും ഇഷ്ടപ്പെടത്തില്ല. ഓക്കെ, പക്ഷേ നമുക്ക് കഫേ റൈസർ ഒരു ഡിഫറെൻറ്റ് ലുക്കാണ്, അതേപോലെ ADVs ഡിഫറെൻറ്റ് ലുക്കാണ്. അപ്പോൾ ചിലർക്ക് ADVസിൻ്റെ ലുക്ക് ഇഷ്ടമായിരിക്കും, ചിലപ്പോൾ കഫേ റൈസർ ആയിരിക്കും കൂടുതൽ ഇഷ്ടം വരുന്നത്, ചിലർക്ക് നേക്കഡ് ആയിരിക്കും. അപ്പോൾ അത് ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ്. സോ ലുക്സ് എന്ന് പറയുന്ന പേഴ്സ്പെക്റ്റീവാണ് ആക്ച്വലി. പിന്നെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പെർഫോമൻസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്യായ പെർഫോമൻസ് തരുന്ന ഒരു എഞ്ചിനാണെന്ന് പറയേണ്ടി വരും. ഒന്നും ആ ഒരു എക്സോസ്റ്റിൻ്റെ സൗണ്ട് ആണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ടുള്ളൊരു അഗ്രസീവായിട്ടുള്ള ഒരു എന്താ പറയുന്നത്, ഒരു ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു എക്സോസ്റ്റ് നോട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതും എടുത്ത് പറയേണ്ടി വരും. പിന്നെ ഇത് ആർക്ക് സ്യൂട്ടബിൾ ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇതേപോലെ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് ഒക്കേഷണൽ ഓഫ് റോഡിങ്ങിന് നിങ്ങൾക്ക് പറ്റും. പിന്നെ ഏറ്റവും എന്നെ ഞെട്ടിച്ച് പറഞ്ഞത് ഇതിലെ 150mm സസ്പെൻഷനാണ് കേട്ടോ. ഇത്ര കംഫർട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചത്. ഞാൻ കുറച്ചുകൂടി സ്റ്റിഫായിട്ടുള്ള ഒരു സസ്പെൻഷനാണ് ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷേ ഭയങ്കര സോഫ്റ്റാണ്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ GS ഞാൻ ഓടിക്കുമ്പോൾ എങ്ങനെയാണോ എനിക്ക് ഫീൽ ചെയ്യുന്നത് അതേപോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി 150mm ഉള്ളൂ ട്രാവൽ, ബട്ട് അന്യ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. സസ്പെൻഷന് ഒരു രക്ഷയില്ല, 100 മാർക്കും കൊടുക്കും. അമ്മാതിരി കംഫർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സീറ്റിൻ്റെ കേസ് ഞാൻ പറഞ്ഞു, നമുക്ക് ഇതുമായിട്ട് ടൂറിങ്ങിനായിട്ട് ഇറക്കിയേക്കുന്ന വണ്ടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ബാക്കിലോട്ട് നിൽക്കേണ്ടി വരും സീറ്റിൻ്റെ കാര്യമൊക്കെ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നോക്കുക. അതായത് ഒക്കേഷണൽ ഓഫ് റോഡിങ്ങും അതേപോലെ തന്നെ കൂടുതൽ സിറ്റി കമ്മ്യൂട്ടിങ്ങും ടൂറിങ്ങും നോക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ, ടൂറിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ബാക്കിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ നോക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു വണ്ടിയാണ് നമ്മുടെ സ്ക്രാംബ്ലർ 400X എന്ന് പറയുന്നത്. പിന്നെ സർവീസിൻ്റെ കാര്യം നോക്കിയാൽ കഴിഞ്ഞാലും സർവീസും കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയാണ്. കാര്യം ഇതിൻ്റെ സർവീസ് ഇൻ്റർവെൽസ് വരുന്നത് 1000 കിലോമീറ്റേഴ്സ് കഴിഞ്ഞാൽ പിന്നെ 16,000 കിലോമീറ്റേഴ്സിലാണ് അടുത്ത ഇൻ്റർവെൽ വരുന്നത്. പക്ഷേ അത്രയും വലിയ ഇൻ്റർവെൽ വരുന്ന സമയത്ത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആസ് എ റൈഡർ, ആസ് എൻ ഓണർ ഒരുപാട് കൂടും. എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ മെയിൻ്റനൻസ് അവിടെ നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വണ്ടിക്ക് ഭയങ്കരമായിട്ട് പണി വരും. ഓക്കെ, അപ്പോൾ ഈ 16,000 കിലോമീറ്റർ എന്ന് പറയുന്നത് ആ 16,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഷോറൂമിൽ പോയാൽ മതി എന്നല്ല. ഒക്കേഷണൽ ചെക്കപ്പ് നിങ്ങൾ എന്തായാലും നടത്തണം. എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഷോറൂമിൽ കൊണ്ടുപോയി ഒരു ചെക്കപ്പ് നടത്തി കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. സോ ആ കാര്യം കൂടെ എല്ലാവരും കൺസിഡർ ചെയ്യാം. ബാക്കി ഒന്നും പറയാനില്ല കേട്ടോ. ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. സാധാരണ നമ്മൾ ADV ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു റൈഡായിരുന്നു ഇന്നത്തെ. ഭയങ്കര എൻജോയ് ചെയ്തൊരു റൈഡായിരുന്നു. അത്യാവശ്യം നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റും ആയിരുന്നു നമ്മുടെ സ്ക്രാംബ്ലർ 400X എന്ന് പറയുന്നത്. സോ
ഒരു സ്ക്രാംബ്ലർ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അഗെയിൻ സ്ക്രാംബ്ലർ നോക്കിയിരിക്കുന്ന ആൾക്കാരൊക്കെ പറ്റിയൊരു ഓപ്ഷനാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. നല്ലൊരു ബ്രാൻഡിൽ നിന്ന് അത്യാവശ്യം നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഒരു എൻജിനും അതേപോലെ തന്നെ പെർഫോമൻസ് തരുന്ന ഒരു എൻജിനും അതേപോലെ യുണീക്കായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു എൻജിനും, അതായത് നമ്മൾ കമ്പയർ ചെയ്യില്ല ഇന്ന എൻജിൻ പോലെ അല്ലെങ്കിൽ ഇന്ന വണ്ടി പോലെ അങ്ങനെ ഒരു ഇതേ ഇല്ല. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉള്ളൊരു വണ്ടിയാണ്. സോ സ്ക്രാംബ്ലർ നോക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു വണ്ടിയാണ് സ്ക്രാംബ്ലർ 400X എന്ന് പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ടോപ്പിക്ക് നമ്മുടെ സ്ക്രാംബ്ലർ 400X ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സജഷൻ വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയുടെ വീഡിയോസ് കൂടുതൽ ഇട്ടില്ല എന്നുള്ള രീതിയിലായ സിനിമാറ്റിക് ഷോട്ട്സിൽ കൂടുതൽ നല്ല ലുക്ക് രീതിയിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഞാൻ റണ്ണിങ്ങിൽ സത്യം പറഞ്ഞാൽ മറന്നുപോയതാണ്. ബിക്കോസ് ലിമിറ്റഡ് ടൈമേ ഉണ്ടായിരുന്നുള്ളൂ, നല്ല വെയിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ദൂരം പോകരുതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്യൂലും കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ റൈഡ് എക്സ്പീരിയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഷോറൂമിൽ വന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഷോറൂമിൽ വന്ന സമയത്ത് ആ സ്പേസിൽ നമുക്ക് എടുത്ത സമയത്ത് ലൈറ്റിങ് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. ബിക്കോസ് ഒരു സൈഡിൽ ഫുള്ള് മാനം കാണുന്ന രീതിയിലാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ എടുക്കുമ്പോൾ ഫുള്ള് ഡാർക്കായിട്ടേ കിട്ടത്തുള്ളൂ. ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ വളരെ സ്പേസും കുറവായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് എടുക്കാൻ പറ്റുന്ന രീതിക്കാണ് മാക്സിമം ഞാൻ എടുത്തേക്കുന്നത്. നെക്സ്റ്റ് വീക്ക് നമ്മളൊരു ജാവയുടെ വണ്ടി തന്നെ ആയിരിക്കും നോക്കുന്നത്. അപ്പോൾ ആ സമയത്ത് പോകുന്ന സമയത്ത് ഞാൻ ഷോറൂമിൽ നിന്ന് ഒരു സെപ്പറേറ്റ് വീഡിയോ കൂടെ എടുക്കാം, ഷോർട്സ് അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഷോർട്സ് വരുന്ന സമയത്ത് പ്ലീസ് നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ആ വണ്ടിയുടെ ലുക്കും കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പറ്റും. സോറി ഗൈസ്. ഓക്കെ, പിന്നെ മെയിനായിട്ട് ഞാനിപ്പോൾ ബൈക്ക് റിലേറ്റഡ് കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ പതിയെ ADV നിന്ന് മാറിയിട്ടുണ്ട്, സ്ക്രാംബ്ലറിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ പുതിയ ബൈക്കുകളുടെ ഇതേപോലത്തെ വീഡിയോസും റിവ്യൂ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് വീഡിയോ കാണാനായിട്ട് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഷെയർ അങ്ങനത്തെ പരിപാടികൾ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ നെക്സ്റ്റ് വീക്ക് നമ്മൾ ജാവയുടെ പുതിയൊരു വണ്ടിയായിട്ട് വരുന്നവരെ ബൈ ബൈ.